ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ബ്ലൗസ് കട്ടിംഗ് ആണ്. നമ്മുടെ ഇതിൻ്റെ പേപ്പർ കട്ടിംഗ് ആണ്. ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ നമ്മൾ തോൾ വശത്ത് നിന്ന് വരുന്ന ടക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഈ ഒരു പേപ്പർ കട്ടിങ് കണ്ടോ, നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ തുണിയെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു പേപ്പറിനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് കൂട്ടുന്നത്. 16 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും 16 ഇഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. ഇപ്പോൾ 2.5 ഇഞ്ചിലൊരു മാർക്കിംഗ് ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും 2.5 ഇഞ്ച് മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ വെക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ടോട്ടൽ 5.5 ഇഞ്ച് നമ്മുടെ കഴുത്തകലവും കൂട്ടി ടോട്ടൽ 5.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ 3 ഇഞ്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ എത്രയാണോ വെച്ചിരിക്കുന്നത് കേട്ടോ, 5.5 ഇഞ്ച്, അപ്പോൾ അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു 5.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 40 ഇഞ്ച് കിട്ടും. 40ൻ്റെ 4 10 ഇഞ്ച് കേട്ടോ. 10 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുണി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇടുപ്പളവ് നമുക്ക് 33.5 ഇഞ്ചാണ്. അപ്പോൾ 33.5യുടെ 4 8.25 ഒരു പോയിൻറ്റുമാണ് വരിക. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 8.25 3/4 9 ഒരു പോയിൻറ്റുമാണ് നമുക്ക് വരിക. ആ ഒരളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുണി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. ഈ ഒരു മാർക്കിൽ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ തോളിൻ്റെ നമ്മുടെ റഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കണ്ടോ ഇവിടെ വരെ. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇറക്കിക്കൊണ്ട് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. ഇതുപോലെയാണ് വരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനു മുന്നേ നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്യുന്ന തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു 1/2 ഇഞ്ച് ഇറക്കി വെച്ചാൽ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ബാക്ക് കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്യാണ്. നമുക്ക് 7.5 ഇഞ്ചാണ് ആവശ്യം. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 7.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ അല്പം കൂടുതൽ വൈഡൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടുകൊണ്ട് വരഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ. പുറത്തുകൂടി നമ്മൾ ഈ ഒരു മാർക്കിംഗ് വന്നിട്ടുണ്ട്. ആ ഒരു മാർക്കിങ്ങിൽ കൂടി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ മാർക്കിൽ കൂടിയാണ് കട്ടിങ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. പേപ്പർ കട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ നമ്മൾ ഈ തോൾ വശത്തും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും. ഇതാണ് നമ്മുടെ അളവ് വരുന്ന പൊസിഷൻ ഇതിലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നേരെ പകുതി മടക്കി വെച്ചാൽ നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് കൊടുക്കും. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ആ ഒരളവാണ്. ആ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം ഈ ഒരു 1/4 ഇഞ്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു ബാക്ക് പീസിനെ ഇതുപോലെ ആ ഒരു 1/4 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ വെക്കുക.
ഇനി നമ്മളിവിടെ താവ് വശത്ത് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ സൈഡിൽ നമ്മൾ 1/4 ഇഞ്ച് നമ്മളിവിടെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകൽ നമ്മൾ വെച്ചിരുന്നത് 2.5 ഇഞ്ചാണ്. ഒരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ കൂടുതൽ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് തീരെ തയ്ക്കുവാനുള്ള. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 2.25 ഇഞ്ചാണ് നമുക്കിവിടെ ടോട്ടൽ കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ പേപ്പർ കട്ടിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പേപ്പർ കട്ടിങ് സമയത്ത് തെന്നി മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. കണ്ടോ, ഇവിടെയൊക്കെ മാർക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ മുകളിൽ അരയിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ കറക്റ്റ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമുക്കിതുപോലെ റൗണ്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടിയുള്ള അളവിന് വേണ്ടി എക്സ്ട്രാ വെച്ചുള്ള ആ ഒരു 3/4 ഇഞ്ചാണ് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 4.25 ഇഞ്ചാണ്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരുന്ന ആ ഒരു മാർക്കിൽ നിന്ന് 2.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാൻഡിന് വേണ്ടി ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ എടുത്തു മാറ്റുന്നു. ഇവിടെയാണ് നമ്മുടെ തോൾ വശത്ത് വരുന്ന നമ്മുടെ ആ ഒരു അളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗവും നമുക്ക് നല്ല വൈഡോടുകൂടി കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെയും നമ്മുടെ ബാക്ക് പീസിൽ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെയും ഇതുപോലെ പുറത്തേക്ക് ഇതുപോലെ റൗണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ടോടുകൂടി കിട്ടും. നമ്മൾ ഇവിടെ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് കട്ട് ചെയ്ത് നമ്മൾ ആദ്യത്തെ മാർക്കിൽ കൂടിയാണ് ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. കേട്ടോ, കറക്റ്റ് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു ഭാഗത്തും നമ്മളിവിടെ കണ്ടോ, നമ്മുടെ റഗാളിൻ്റെ അളവിൻ്റെ ഒക്കെ നമ്മുടെ തോൾ വശത്ത് വരുന്ന ആ ഒരു അളവൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെ ഈ ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മളിവിടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ടാപ്പിനെ നേരെ ഇതുപോലെ കുത്തനെ പിടിക്കുന്നു. കണ്ടോ, നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം രണ്ട് ഭാഗത്തു നിന്നും 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം കുത്തനെ പിടിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ കുത്തനെ താഴോട്ടേക്ക് ഇതുപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കൊടുക്കുന്നു. സൈഡിൽ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ ഇടുപ്പളവ് 33.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8.25 ഒരു പോയിൻറ്റും മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 8.25 പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു 1/4 ഇഞ്ച് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു തുണി വിട്ടതിന് ശേഷമാണ് നമ്മൾ 8.25 പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ ധരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി നിൽക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പീസ് നമ്മുടെ ടെക്കൊക്കെ മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ മെയിൻ ടെക്കിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ 2.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും 1.25 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തേക്കും 1.25. അപ്പോൾ ടോട്ടൽ 2.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ്. നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ വരയുന്നു. കണ്ടോ, ഈ ഒരു മാർക്ക് നമ്മൾ 1.25 ഇഞ്ച് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്.
നമ്മൾ ഇതുപോലെ കണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സെൻറ്ററിലേക്കല്ല കൊടുക്കുന്നത്, നമ്മൾ എത്രയാണോ നമ്മുടെ ഡാർട്സിന് വേണ്ടി വീതി കൊടുത്തിരിക്കുന്നത് ആ ഒരു വീതിയിലേക്കാണ് ഈ ഒരു രണ്ട് ഭാഗത്തു നിന്ന് ലൈന് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ നമ്മുടെ സെൻട്രൽ ഡാർട്സ് ഇവിടെയാണ് വരിക. ഈ ഒരു ഡാർട്സ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ചിൽ നമ്മളൊരു ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ധരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് നല്ല ടൈറ്റോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ടോ ഒരു പീസ്, നമ്മളൊരു 1/2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. നമ്മൾ മുകളിൽ നിന്ന് കട്ടിങ് തുടങ്ങുന്നില്ല, ഒരു 1.25 ഇഞ്ചൊക്കെ ഇറക്കി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് കണ്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടെക്ക്, നിങ്ങൾ ചോദിച്ചിരിക്കുന്നൊരു ടെക്കാണിത്. മൂന്നാമത്തെ ടെക്ക്, ഈ ഒരു ടെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നിരുന്ന മാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്ന് കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വീഡിയോകളിൽ പറയാറുണ്ട്, നിങ്ങൾ സ്റ്റിച്ചിങ് സമയത്ത് അത് അല്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ടെക്ക് കണ്ടോ, നമ്മുടെ ഈ ഒരു ചെറിയ സെൻറ്റർ ഭാഗത്ത് നിന്ന് വരുന്ന ഈ ഒരു ഡാർട്സ് ഇതുപോലെ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് വരിക. അതുപോലെ നമ്മുടെ മെയിൻ ടെക്കും ഇതുപോലെ ഇവിടെ സ്റ്റിച്ചിങ് വരും. നമ്മൾ ഈ ഒരു മെയിൻ ടെക്കും നിങ്ങൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിടിച്ചാൽ കണ്ടോ, ഇതുപോലെ നിങ്ങൾ മടക്കി ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ആ ഒരു ടെക്കിൻ്റെ മാർക്കിംഗ് വരുന്നത് കണ്ടോ, ചെറിയൊരു 1/4 ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ടോ നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് കണ്ടോ. നമ്മൾ ആ ഒരു ടെക്കിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റായിരിക്കും കണ്ടോ. ടെക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിരിക്കും. ഇവിടെ മാത്രം നമ്മൾ കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ കണ്ടോ ഒരു 1/4 ഇഞ്ച് വ്യത്യാസം വരുന്നത്. ആ ഒരു 1/4 ഇഞ്ച് ഇതുപോലുള്ള ഈ ഒരു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ പിടിച്ച് നിങ്ങൾക്ക് ഈ ഒരു ടെക്ക് മാർക്കിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 1/4 ഇഞ്ചൊക്കെ ചിലപ്പോൾ രണ്ട് ഭാഗത്തേക്കും തെന്നി മാറി വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ നമുക്കത് മാർക്കിംഗ് ടൈമിൽ അതുപോലെ കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റിച്ചിങ് സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി നമ്മുടെ ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് ലൈനിങ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കൈയുടെ താവ് മടക്കി തയ്ക്കുവാനുള്ളത്. നമ്മൾ സാധാരണ ബ്ലൗസ് ആണെങ്കിൽ, ഓർഡിനറി ബ്ലൗസ് ആണെങ്കിൽ നമ്മളിവിടെ ഒരു 1.25 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യുവാനുള്ളതാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ലെങ്ത്ത് നമുക്ക് 8.5 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 9 ഇഞ്ചിൽ ഇതുപോലെ ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ ആദ്യം വന്നിട്ടുള്ള മാർക്കിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷോൾഡർ വശത്തുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇനി കൈയുടെ റഗാൾ ലൂസ് നമ്മൾ മാർക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് അനുസരിച്ചാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, നമുക്ക് 33 ഇഞ്ച് കിട്ടും. 33ൻ്റെ 4/1 8.25, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് നമ്മളൊരു മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ നമ്മൾ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് ഇങ്ങനെ ക്രോസിൽ ടൈപ്പിൽ പിടിച്ചുകൊണ്ട് ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ കൈയുടെ താഴെയുള്ള ലൂസ് നമുക്ക് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്താണ് വരയുന്നത്. നമ്മൾ ഈ ഒരു അളവ് കണ്ടോ നമ്മുടെ റഗാളിൻ്റെ, അത് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്ന മുന്നേ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിതൊരു പേപ്പർ കട്ടിംഗ് ആണ്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു 1/2 ഇഞ്ച്. ഇനി ഇവിടെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പേപ്പർ കട്ടിംഗ് ആണ്, തുണിയിൽ നിന്ന് കാണിച്ച് തരുന്നത് പോലെ കഴിയില്ല. എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നമ്മളിവിടെ കണ്ടോ മുകളിൽ ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ കണ്ടോ ഇതുപോലെ പിടിച്ചാൽ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിനനുസരിച്ച് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് വരുന്നത് കണ്ടോ, ഇത് നമുക്ക് അതുപോലെ കറക്റ്റായി കിട്ടും. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു പീസ് നമ്മൾ ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്.
കണ്ടോ ഇവിടെ നിന്നാണ് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോൾഡർ വശത്ത് ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് 1.25 മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും 1.25. നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടോ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്ക് വരെ കണ്ടോ ഇവിടെ വരെ മാത്രം നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്നാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ കണ്ടോ നമ്മുടെ ഈ ഒരു ഷേപ്പ് കണ്ടോ നമ്മളിവിടെ കൂടുതൽ ഷേപ്പ് വന്നാൽ വൃത്തി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് പീസിൽ അല്പം ഒന്ന് ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.